കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ടും ഇറാനും തമ്മിലുണ്ടായ യുദ്ധം സമകാലിക ലോകത്തെ ഒരു വലിയ ചർച്ചയാണ്. പുതിയ സാഹചര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലോക ജനത താൽപര്യപൂർവ്വം അന്വേഷിച്ചു വരികയാണ്. ഇറാന്റെ ചരിത്രം, സംസ്കാരം, മതം, ഭൂമിശാസ്ത്രം, ഭരണരീതി, സാമ്പത്തികം, സൈനിക ശേഷി, അന്താരാഷ്ട്ര ബന്ധങ്ങളെല്ലാം ഇന്ന് വലിയ തോതിൽ വിശകലനം ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെക്കുറിച്ച് പ്രേക്ഷകർക്ക് വിശദമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ പരമ്പര മുടങ്ങാതെ കാണൂ. ഇറാൻ. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ആണവ ബോംബ്, മിസൈലുകൾ, ഇസ്രായേലുമായുള്ള സംഘർഷം, അമേരിക്കയുടെ ഉപരോധം, അല്ലെങ്കിൽ കടുത്ത ഇസ്ലാമിക ഭരണകൂടം? പക്ഷേ ഇറാൻ ഇതിലൊന്നും മാത്രം ഒതുങ്ങുന്ന രാജ്യമല്ല. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു നാഗരികത, ലോകത്തിലെ ഏറ്റവും പഴയ സാമ്രാജ്യങ്ങളിലൊന്ന്, ഇന്ന് അമേരിക്കയെ തുറന്നു വെല്ലുവിളിക്കുന്ന ഒരു രാജ്യം. അതിനൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ എണ്ണവാതക ശേഖരങ്ങളിലൊന്നിന്റെ ഉടമ. അപ്പോൾ ചോദ്യം, എന്താണ് യഥാർത്ഥ ഇറാൻ? ഇന്ന് നമുക്ക് രാഷ്ട്രീയം മാത്രം നോക്കാനല്ല, ഈ രാജ്യത്തിന്റെ ആത്മാവ് മനസ്സിലാക്കാനാണ് പോകുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇറാനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തന്നെ മാറിയേക്കാം. ലോകത്തിലെ ഏറ്റവും പഴയ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. സുഹൃത്തുക്കളെ, അമേരിക്കയ്ക്ക് ഏകദേശം 250 വർഷം മാത്രമാണ് പ്രായം. പാകിസ്ഥാന് 80 വർഷം പോലും തികഞ്ഞിട്ടില്ല. പക്ഷേ ഇറാന്റെ ചരിത്രം ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നു. അന്ന് ഇറാൻ എന്ന പേരില്ലായിരുന്നു. ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് പേർഷ്യ എന്ന പേരിലായിരുന്നു. അതെ, പേർഷ്യൻ സാമ്രാജ്യം. ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ച ആ സാമ്രാജ്യം തന്നെയാണ് ഇന്നത്തെ ഇറാൻ. പേർഷ്യ എങ്ങനെ ലോകത്തെ ഭരിച്ചു? ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവ് ഉയർന്നു വന്നു, സൈറസ് ദ ഗ്രേറ്റ്. അദ്ദേഹം നിർമ്മിച്ച സാമ്രാജ്യം അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറി. ഇന്നത്തെ ഇറാൻ, ഇറാഖ്, തുർക്കിയുടെ ഭാഗങ്ങൾ, ഈജിപ്ത്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യയിലെ വലിയ പ്രദേശങ്ങൾ എല്ലാം പേർഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. അന്ന് റോം പോലും അത്ര ശക്തമായിരുന്നില്ല. ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഇന്ന് ലോകത്ത് അമേരിക്കയാണ് സൂപ്പർ പവർ. 2500 വർഷങ്ങൾക്ക് മുൻപ് അതേ സ്ഥാനം വഹിച്ചിരുന്നത് പേർഷ്യ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇറാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായി പെരുമാറുന്നത്? അതിന്റെ ഉത്തരം ചരിത്രത്തിലാണ്. അലക്സാണ്ടറുടെ ആക്രമണം. ഒരു യുവാവ് ലോകം കീഴടക്കാൻ പുറപ്പെട്ടു. അലക്സാണ്ടർ. അദ്ദേഹം പേർഷ്യയെ കീഴടക്കി. പല നഗരങ്ങളും നശിച്ചു. എന്നാൽ ഒരു കാര്യം സംഭവിച്ചില്ല. പേർഷ്യൻ സംസ്കാരം ഇല്ലാതായില്ല. രാജാക്കന്മാർ മാറി, അതിർത്തികൾ മാറി, പക്ഷേ ഭാഷയും സംസ്കാരവും ജനതയും ജീവിച്ചു നിന്നു. എന്തുകൊണ്ടാണ് അവർ അറബല്ലാത്തത്? ഇവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ. പലരും കരുതുന്നത് ഇറാനികൾ അറബുകളാണെന്നാണ്. അല്ല, ഇറാനികൾ പ്രധാനമായും പേർഷ്യൻ ജനതയാണ്. അവരുടെ ഭാഷ അറബിയല്ല, ഫാർസി. ലിപിയിൽ അറബിയോട് സാമ്യമുണ്ടെങ്കിലും ഭാഷ പൂർണ്ണമായും വ്യത്യസ്തമാണ്. അതുപോലെ സംസ്കാരവും ചരിത്രവും ദേശീയബോധവും വേറെയാണ്. ഇവിടെ ഒരു ചെറിയ ചോദ്യം. നിങ്ങൾക്ക് മുമ്പ് അറിയാമായിരുന്നോ ഇറാനികൾ അറബികളല്ലെന്ന്? അറിയാമായിരുന്നെങ്കിൽ കമന്റിൽ യെസ്. ഇപ്പോൾ ആദ്യമായാണ് അറിയുന്നതെങ്കിൽ ന്യൂ എന്ന് മാത്രം എഴുതൂ. ഇസ്ലാം ഇറാനിലെത്തിയത് 7-ാം നൂറ്റാണ്ടിൽ. അറബ് മുസ്ലിം സൈന്യം പേർഷ്യ കീഴടക്കി. അതിനുശേഷം ക്രമേണ ഇസ്ലാം വ്യാപിച്ചു. എന്നാൽ ഇറാൻ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും പേർഷ്യൻ സംസ്കാരം ഉപേക്ഷിച്ചില്ല. അതാണ് ഇന്നും കാണുന്ന പ്രത്യേകത. ഭാഷ പേർഷ്യൻ, ഭക്ഷണം പേർഷ്യൻ, സാഹിത്യം പേർഷ്യൻ, ദേശീയ അഭിമാനം പേർഷ്യൻ, മതം മാത്രം ഇസ്ലാം. എന്തുകൊണ്ടാണ് ഷിയ രാജ്യം? ലോകത്തിലെ ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളും സുന്നികളാണ്. പക്ഷേ ഇറാൻ പ്രധാനമായും ഷിയ മുസ്ലിം രാജ്യമാണ്. ഇതാണ് പിന്നീട് സൗദി അറേബ്യയുമായും മറ്റ് ചില രാജ്യങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായത്. ഇത് മതപരമായ വിഷയം മാത്രമല്ല, രാഷ്ട്രീയത്തെയും സ്വാധീനിച്ചു. എണ്ണ കണ്ടെത്തിയപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ഇറാനിൽ വൻ എണ്ണശേഖരങ്ങൾ കണ്ടെത്തി. ലോകം മുഴുവൻ ഇറാനിലേക്ക് ശ്രദ്ധ തിരിച്ചു. ബ്രിട്ടനും പിന്നീട് അമേരിക്കയും ഈ മേഖലയിലെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങി. അതാണ് പിന്നീട് ഇറാന്റെ ചരിത്രം പൂർണ്ണമായും മാറ്റിമറിച്ചത്. പക്ഷേ ഇവിടെയാണ് കഥയിൽ വലിയ ട്വിസ്റ്റ്. ഒരിക്കൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന രാജ്യം ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒന്നായി മാറി. എങ്ങനെ? അതിനു പിന്നിൽ എന്താണ് സംഭവിച്ചത്? അതിന്റെ ഉത്തരം 1979-ൽ നടന്ന ഒരു വിപ്ലവത്തിലാണ്. ആ വിപ്ലവം ഇറാനെ മാത്രമല്ല, മുഴുവൻ പശ്ചിമേഷ്യയെയും മാറ്റിമറിച്ചു. അതാണ് അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. ഇറാനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം അടുത്ത ഭാഗത്തിൽ എങ്ങനെ ഒരു രാജാവ് പുറത്താക്കപ്പെട്ടു, എങ്ങനെ ആയത്തുല്ല ഖൊമേനി അധികാരത്തിലെത്തി,
എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്നും 1979 സംഭവങ്ങൾ മറക്കാത്തത്? ഇതെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത് ദ പൾസ് മലയാളം ചാനൽ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ആഴമുള്ള ലോകചരിത്രയാത്രയിൽ. നന്ദി.